പിന്നെ നോക്കുക ഗൈസ്, നമ്മുടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചാർജ് 75,000 രൂപയാണ്, പ്ലസ് 18% GST കൂടിയിട്ട് നമുക്ക് 88,500 നമ്മുടെ കാർനെറ്റ് ഫീയുടെ പ്രൈസ് വരുന്നത്. ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കാർനെറ്റ് പേപ്പർ. അപ്പോൾ ഈ കാർനെറ്റ് പേപ്പറിൻ്റെ ഉള്ളിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ഒരു 10 പേജുകൾ നമുക്കിങ്ങനെ കാണാം. ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ കാർനെറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കാർനെറ്റ് പേപ്പർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. കാർനെറ്റ് പേപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബൈക്ക്, അതായത് ഒരു ഇന്ത്യൻ വെഹിക്കിൾ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് വേണ്ട ഒരു പേപ്പറാണ് നമ്മുടെ കാർനെറ്റ് പേപ്പർ. അതായത് ഒരു രാജ്യത്തുള്ളൊരു വണ്ടി നമ്മൾ വേറൊരു രാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ കാർനെറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വണ്ടി വേറൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ അതിനുള്ളൊരു പേപ്പറാണ് നമ്മുടെ കാർനെറ്റ് പേപ്പർ എന്ന് പറയുന്നത്. നിങ്ങളത് ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ദുബായിൽ നിന്നൊക്കെ കുറേ വണ്ടികൾ കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ ഓടിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വണ്ടി ദുബായിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒക്കെ വേണ്ട ഒരു പേപ്പറാണ് നമ്മുടെ കാർനെറ്റ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർനെറ്റ് പേപ്പർ ആരാണ് ഇഷ്യൂ ചെയ്യണത്, കാർനെറ്റ് പേപ്പർ നമുക്ക് എങ്ങനെ ഇഷ്യൂ ചെയ്യാം, പിന്നെ കാർനെറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യാൻ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, അപ്പോൾ എല്ലാതും അടങ്ങിയിട്ടുള്ള ഈ കാർനെറ്റ് പേപ്പറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം. അതായത് നിങ്ങളിപ്പോൾ ഭാവിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയുടെ പുറത്തുമ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാർനെറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഇൻ്റർനാഷണൽ റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻ്റർനാഷണൽ റൈഡ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർനെറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്തത്. അപ്പോൾ നമ്മൾ റൈഡ് പോണതൊക്കെ നമ്മുടെ CBR 150 മുകളിലാണ്. അപ്പോൾ CBR 150ക്കാണ് നമ്മൾ കാർനെറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ CBR 150, അതായത് നമ്മൾ ഓൾ ഇന്ത്യ റൈഡ് അടിച്ചതും പിന്നെ ലഡാക്ക് പോയതും അങ്ങനെ റൈഡ് കുറേ ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ മുകളിൽ. അപ്പോൾ ആ വണ്ടിയായിട്ട് തന്നെയാണ് നമ്മളിപ്പോഴും ഇന്തോനേഷ്യ വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇന്ത്യ ടു ഇന്തോനേഷ്യയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്തോനേഷ്യ വരെ പോകാനുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാർനെറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. 2 ദിവസം മുന്നേ നമ്മളൊരു വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് നമ്മളെ കാർനെറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ 2 ദിവസം മുന്നേ നമ്മൾ മെയിൽ അയച്ചിരുന്നു. അതായത് കാർനെറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അയച്ചിട്ടുള്ളൊരു മെയിൽ ഞാൻ അവർക്ക് അയച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് റിപ്ലൈ കിട്ടി. ഒരു ഏകദേശം നോക്കുക വെച്ചാൽ ഒരു 13 ഡോക്യുമെൻറ്റ്സ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 13 ഡോക്യുമെൻറ്റ്സ് വണ്ടിയുടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വേണ്ട 13 ഡോക്യുമെൻറ്റ്സ് ഇതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ അപ്ലിക്കേഷൻ ലെറ്റർ ഫോർ ദ കാർനെറ്റ് പേപ്പർ ടോട്ടൽ ഡീറ്റെയിൽസ് ഓഫ് ദ ട്രാവലിംഗ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ അപ്ലിക്കേഷൻ ലെറ്റർ ഫോർ ദ കാർനെറ്റ് പേപ്പർ ടോട്ടൽ ഡീറ്റെയിൽസ് ഓഫ് ട്രാവലിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെന്താണെന്ന് വെച്ചാൽ, ഈ അപ്ലിക്കേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് പോലെ നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുക്കുക. അതായത് അപ്പോൾ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പോണത് ഇന്ത്യ ടു ഇന്തോനേഷ്യ വരെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ കൈൻഡ്ലി ഇഷ്യൂ ദ കാർനെറ്റ് പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ആ പോണ സ്ഥലങ്ങളും ഉൾക്കൊള്ളിക്കണം. അതായത് ആ ഫോർമാറ്റ്, അതായത് ഇപ്പോൾ നമ്മളെങ്ങനെ പാസ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആ സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും വെച്ചിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുള്ള ഒരു റിക്വസ്റ്റായിട്ട് നമ്മൾ ലെറ്റർ എഴുതുക. അതാണ് ആപ്ലിക്കേഷൻ ലെറ്റർ ഓഫ് ദ ടോട്ടൽ ഡീറ്റെയിൽസ് ഓഫ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് രണ്ടാമത് വേണ്ടത് 2 നെക്സ്റ്റ് ഓഫ് കിൻ കോണ്ടാക്ട്സ് ആണ് വേണ്ടത്. അതായത് നമ്മുടെ ഒരു ഫോൺ നമ്പർ കൊടുക്കുക. അതായത് നമ്മുടെ ബന്ധുക്കാർ, അതായത് ഇപ്പോൾ ഞാൻ കൊടുത്തുള്ളത് എൻ്റെ 2 ഏട്ടന്മാരുടെ നമ്പറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. 2 കിൻ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ബന്ധുക്കളായിട്ടുള്ള 2 ഏട്ടന്മാരുടെ നമ്പറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒരു കോണ്ടാക്ട് നമ്പർ മാത്രം, ജസ്റ്റ് ആളുടെ പേരും കോണ്ടാക്ട് നമ്പറും മാത്രമാണ് നമ്മൾ ആ രണ്ടാമത്തെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മൂന്നാമത് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കോപ്പി ഓഫ് അപ്ലിക്കൻറ്റ്. 3, 4, 5 ചോദിച്ചുള്ളത്. മൂന്നാമത്തെ ചോദിച്ചുള്ളത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കോപ്പി ഓഫ് അപ്ലിക്കൻറ്റ്. ഞാനാണ് അപ്ലൈ ചെയ്യണത് കാർനെറ്റ് പേപ്പറിന്. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പിയാണ് ചോദിച്ചുള്ളത്. പിന്നെ 4ാമത് പറഞ്ഞാൽ രജിസ്ട്രേഷൻ കോപ്പി ഓഫ് വെഹിക്കിൾ. രജിസ്ട്രേഷൻ കോപ്പി ഓഫ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ വണ്ടി, അതായത് നമ്മൾ ഏത് വണ്ടിയാണ് കൊണ്ടുപോകണം ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ കോപ്പി. അതാണ് 4ാമത് ചോദിച്ചുള്ളത്. പിന്നെ 5ാമത് പറയുന്നത് പാസ്പോർട്ട് സ്കാനഡ് കളർ കോപ്പി ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ആരാണ് അപ്ലൈ ചെയ്യണേ, കാർനെറ്റ് പേപ്പർ ആരാണ് അപ്ലൈ ചെയ്യണേ അയാളുടെ പാസ്പോർട്ടിൻ്റെ സ്കാനഡ് കളർ കോപ്പിയാണ് കൊടുക്കേണ്ടത് നമ്മൾ. പിന്നെ 6ാമത് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ കോപ്പി ഓഫ് ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ്, അതിൻ്റെ കോപ്പിയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ വെഹിക്കിളിൻ്റെ ഫോട്ടോഗ്രാഫ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോപ്പി ഓഫ് ആധാർ കാർഡ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. കോപ്പി ഓഫ് ആധാർ കാർഡ് എന്താണെന്ന് നമുക്കറിയാം. ഒരു ആധാർ കാർഡിൻ്റെ കോപ്പിയാണ് നമ്മൾ കൊടുക്കേണ്ടത്.
പിന്നെ വെഹിക്കിൾ ഫോട്ടോഗ്രാഫ്, ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ബാക്ക്. അതായത് നമ്മൾ കൊണ്ടുപോകണ വെഹിക്കിളിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഫ്രണ്ട് ബാക്ക് ഫോട്ടോഗ്രാഫ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോട്ടോ എടുക്കുക, ജസ്റ്റ് ഞാനെടുത്തത് ജസ്റ്റ് നമ്മുടെ ഫോണിൽ, അതായത് ലെഫ്റ്റും റൈറ്റും ഫ്രണ്ടും ബാക്കും ഉള്ള ഫോട്ടോ നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ഫോണിൽ, സാധാ ഫോണിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റും ഫ്രണ്ടും ബാക്കും ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതൊരു PDF പോലെ ആക്കിയിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഈ ഫോട്ടോഗ്രാഫ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വണ്ടി ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുവരുമെന്ന് അറിയാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഈ ഫോട്ടോയിലുള്ള പോലെ തന്നെ മോഡിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ തിരിച്ചു വരണതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് തിരിച്ചു വരുമ്പോൾ നമ്മളിപ്പോൾ വല്ല മോഡിഫിക്കേഷൻ, വല്ല എക്സ്ട്രാ ഒരു 2-3 എന്തായാലും നമ്മൾ പറയാൻ ചിലപ്പോൾ ഒരു ബോക്സ് കയറ്റി, ആ ബോക്സ് നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് നമ്മൾ വണ്ടി തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ ബോക്സ് അലൗഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഉദ്ദേശിക്കുന്നത് ഈ ലെഫ്റ്റ് റൈറ്റും വണ്ടിയുടെ ഒരു ഫോട്ടോഗ്രാഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് വണ്ടിയുടെ മുകളിലുള്ള മോഡിഫിക്കേഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെ വണ്ടി തിരിച്ചും വരുമ്പോഴും അതേപോലെ തന്നെ ആയിരിക്കണം. അത്രയൊരു ഉദ്ദേശത്തിലാണ് നമ്മുടെ ഈ ഫോട്ടോഗ്രാഫ് ചോദിക്കുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ആൾട്ടർനേറ്റ് ഫോട്ടോ ID പ്രൂഫ് ഓഫ് അപ്ലിക്കൻറ്റ്. ഇത് ഞാൻ അവിടെ പിന്നെയും കൊടുത്തുള്ളത് നമ്മുടെ ആധാർ കാർഡ് തന്നെയാണ് നമ്മൾ പിന്നെയും കൊടുത്തത്. അപ്പോൾ അത് സെയിം നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി തന്നെയാണ് നമ്മൾ കൊടുത്തത്. പിന്നെ നമ്മുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് നമുക്കറിയാം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്, നമ്മുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കുക. പിന്നെ വാലിഡ് ഇൻഷുറൻസ് കോപ്പി ഓഫ് വെഹിക്കിൾ, അത് നമുക്കറിയാം നമ്മുടെ വാലിഡ് ഇൻഷുറൻസ് കോപ്പിയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഈ മെമ്പർ ഓഫ് WIAA ചോദിച്ചിട്ടുണ്ട്. അതായത് മെമ്പർഷിപ്പ് ഓഫ് വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ ഒരു മെമ്പർഷിപ്പ് വേണം. ആ മെമ്പർഷിപ്പിൻ്റെ പൈസയാണ് ഈ കൊടുത്തിട്ടുള്ളത് 2665 രൂപ. അപ്പോൾ ഈ 11ാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ നമുക്കൊരു മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. ആ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് 2065 രൂപ എന്ന് പറയുന്നത് കാറിന് വരുന്ന കോസ്റ്റാണ്. ഞാൻ എടുത്തിരുന്നു, ഞാൻ ഓൺലൈനായിട്ട് കുറച്ച് മുന്നേ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവരുടെ ഒഫീഷ്യൽ പേജ്. അപ്പോൾ ഞാനിതിൽ കയറിയിട്ടാണ് നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തത്. അതായത് ഇവിടെ നോക്കുക വെച്ചാൽ ലൈഫ് ടൈം മെമ്പർഷിപ്പിന് 8850 രൂപയാണ് ലൈഫ് ടൈം മെമ്പർഷിപ്പ് കേട്ടോ, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഓർഡിനറി മെമ്പർഷിപ്പ് ഉണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ 2065 രൂപ. നേരത്തെ നമ്മൾ കണ്ട പോലെ ഒരു വർഷത്തിനുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കാറിനൊക്കെ വരുന്നത് കേട്ടോ, ഈ ഓർഡിനറി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ കാറിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ 2 വീലർ മെമ്പർഷിപ്പ് ഉണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ 590 രൂപയാണ്. ഈ 590 രൂപയുടെ 2 വീലർ മെമ്പർഷിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വർഷത്തിന്. അപ്പോൾ ഇങ്ങനെയാണ് വരെ മെമ്പർഷിപ്പിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് ഫീയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ 12ാമത് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ മെമ്പർഷിപ്പ് കഴിഞ്ഞിട്ട് 12ാമത്തത് നോക്കുകയാണെന്ന് എന്താ വെച്ചാൽ ലിസ്റ്റ് ഓഫ് സ്പെയർ പാർട്സ് ആൻഡ് ടൂൾസ് ആൻഡ് ദെയർ വാല്യൂ. സ്പെയർ പാർട്സിൻ്റെ ലിസ്റ്റും പിന്നെ അതിൻ്റെ എത്ര പ്രൈസ് വരുന്നുണ്ട് ആ പ്രൈസുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ആ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയുള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കുക വെച്ചാൽ നമ്മുടെ ലിസ്റ്റ് ഓഫ് സ്പെയർ പാർട്സ് ആൻഡ് ടൂൾസിൻ്റെ ഒരു എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ വാല്യൂം ഇത് എഴുതേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചെയിൻ ആൻഡ് സ്പോക്കറ്റ് ഒരു 800 രൂപ, നമ്മുടെ ബൈക്ക് ആയതുകൊണ്ടാണ് ചെയിൻ ആൻഡ് സ്പോക്കറ്റ് 800 രൂപ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ empty ഫ്യൂവൽസ് ക്യാൻസാണ്, അത് 5 ലിറ്റർ, അത് 2 കൊണ്ടുകൊണ്ട് നമ്മൾ 2500 രൂപയാണ് അതിന് വരുന്നത്. പിന്നെ നമ്മുടെ എയർ പമ്പ് അതിനൊരു 500 രൂപയാണ് പമ്പിന് വരുന്നത്. പിന്നെ നമ്മുടെ ടയർ പഞ്ചർ കിറ്റ് അതൊരു 400 രൂപയാണ് നമ്മുടെ ടയർ പഞ്ചറിങ് കിറ്റ് വരുന്നത്. പിന്നെ നോക്കുക വെച്ചാൽ ടൂൾ കിറ്റ് ഏകദേശം ഒരു 1000 രൂപയുടെ ടൂൾ കിറ്റാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ. പിന്നെ ബ്രേക്ക് പാഡ്സ് നമുക്കൊരു 500 രൂപയാണ് ബ്രേക്ക് പാഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ സ്പെയർ പാർട്സിൻ്റെ ലിസ്റ്റ് ഓഫ് സ്പെയർ പാർട്സ് ആൻഡ് ടൂൾ ദെയർ വാല്യൂ എന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതിയാണ് സ്പെയർ പാർട്സ് 1, 2, 3 ഇത്ര നിങ്ങൾ സ്പെയർ പാർട്സ് കൊണ്ടുപോകുന്നുണ്ട്, അത്ര സ്പെയർ പാർട്സ് നമ്മൾ 1, 2, 3, 4, 5 അങ്ങനെ നമ്പർ ഇട്ടിട്ട് അതിൻ്റെ നേരേക്ക് നമ്മൾ അതിൻ്റെ വാല്യൂ എഴുതിയിട്ട് കൊടുത്ത് ഒരു PDF ആക്കിയാൽ മതി. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പറയുന്ന ഒരു സാധനമാണ് ഗൈസ്, അത് നിങ്ങൾ ഇത്ര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ ലാസ്റ്റ് ആൻഡ് 13ാമത്തെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ള സാധനമാണ്. ഇഫ് വെഹിക്കിൾ ഈസ് രജിസ്റ്റർഡ് ഓൺ സം അതർ നെയിം ദെൻ NOC ലെറ്റർ റിക്വയർഡ് on letterhead with respective photo ID proof and self-attested documents. അപ്പോൾ ഈ 13ാമത്തെ എന്താ സംഭവം എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ വെഹിക്കിൾ, അതായത് നമ്മൾ കൊണ്ടുപോകുന്ന വെഹിക്കിൾ ഇപ്പോൾ
ഈ വെഹിക്കിൾ എൻ്റെ അമ്മയുടെ പേരിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വെഹിക്കിൾ ഞാൻ എൻ്റെ പേരിലേക്ക് ഇപ്പോൾ മാറ്റുകയാണ് ചെയ്തത്. ആ മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത്. അത് കാരണം എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ നമ്മുടെ വെഹിക്കിൾ നമ്മൾ കൊണ്ടുപോകുന്ന ബൈക്കോ കാറോ വേറൊരാളുടെ പേരിൽ രജിസ്റ്റർ ആയണമെങ്കിൽ, അതായത് നമ്മൾ കൊണ്ടുപോകുന്ന ആളുടെ പേരിലല്ല വണ്ടി ഉള്ളത് വെച്ചാൽ നമ്മൾ ഒരു NOC ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് NOC റിക്വയർഡ്, പിന്നെ ഒരു എക്സ്പെക്റ്റീവ് ഫോട്ടോ ID പ്രൂഫും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളെ പേരിലല്ല വണ്ടി, വേറൊരാളുടെ പേരിലാണ് വണ്ടി. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടി എടുത്തിട്ട് പോവുകയാണെങ്കിലും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ പേരിലുള്ള വണ്ടിയാണെങ്കിലും നമുക്ക് ഈ NOC ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ID പ്രൂഫും, അതായത് ആ RC ഓണറുടെ ID പ്രൂഫും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളുടെ ഓൺ പേരിലാണ് വെച്ചാൽ, അതായത് കൊണ്ടുപോകുന്ന ആളുടെ പേരിൽ, അതായത് കാർനെറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുന്ന ആളുടെ പേരിൽ തന്നെയാണ് വണ്ടി ഉള്ളത് വെച്ചാൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ഈ 13ാമത്തെ സംഭവം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതായത് ഈ RC ഓണറിൻ്റെ പേര് തന്നെയാണ് ഈ കാർനെറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുന്ന ആളുടെ പേരും സെയിം ആണെങ്കിൽ നമ്മൾ NOC ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് 13ാമത്തെ സാധനം വേണ്ട. ഇത് നമ്മൾ വണ്ടി ഇപ്പോൾ വേറെ ആളുടെ പേരിലാണെങ്കിൽ നമുക്ക് ഈ NOC ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നോക്കുക ഗൈസ്, നമ്മുടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചാർജ്, അതായത് IDPക്ക് വേണ്ട ചാർജാണ് കൊടുത്തിട്ടുള്ളത്. 2180 രൂപയാണ് നമ്മുടെ IDP ഇഷ്യൂ ചെയ്യാൻ വേണ്ടത്. അത് ലൈസൻസ് വിൽ ബി എ വാലിഡ് ഫോർ എ ഇയർ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ആയിട്ടുള്ളത് 4 ഫോട്ടോഗ്രാഫ്, പിന്നെ 1 സെറോസ്കോപ്പി ഓഫ് ലോക്കൽ ഡ്രൈവിംഗ് ലൈസൻസ്. സെൽഫ് അറ്റസ്റ്റഡ് ആണ് കേട്ടോ. സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വേണം. പിന്നെ അതേപോലെ തന്നെ സെറോസ്കോപ്പി ഓഫ് ദ പാസ്പോർട്ട് സെൽഫ് അറ്റസ്റ്റഡ് തന്നെയാണ് വേണ്ടത്. പിന്നെ നമ്മുടെ കൺസേൺഡ് പേഴ്സൺ ഹാസ് ടു ബ്രിങ് ദ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഓഫ് വെരിഫിക്കേഷൻ പർപ്പസ്. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യാൻ പോകുമ്പോൾ അതെന്താ ചോദിച്ചാൽ നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യാൻ വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ പോകുമ്പോൾ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ടും ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും ആയിട്ട് അവർക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ടും ആയിട്ട് പോകണം. അതാണ് ചോദിച്ചുള്ളത്. പിന്നെ ഫൈനലായിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു കൊറിയർ ചാർജ് 650 രൂപ ബൈ ബ്ലൂ ഡാർട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ കാർനെറ്റ് പേപ്പറൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൂ ഡാർട്ടിൽ നമ്മളൊരു 650 രൂപ നമ്മൾ പേയ്മെൻ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഈ 650 രൂപ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, അത്ര ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് വേണ്ടത് കാർനെറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യാനും ഇൻ്റർനാഷണൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യാനും. ഇവർ മെയിൻ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് മുംബൈയിലാണ്. മുംബൈയിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. കാരണം ഞാനിപ്പോൾ മെയിൽ അയച്ചിട്ട് ഞാനോട് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ PDF ആക്കിയിട്ട് അയച്ചു തന്നാൽ അവർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചെയ്യാൻ പറ്റും, അവരത് PDF ആയിട്ട് അയച്ചു തന്നാൽ എന്നിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുംബൈയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. മുംബൈയിൽ നമ്മളെ ചർച്ച് ഗേറ്റിൻ്റെ അടുത്തായിട്ടാണ് ഈ വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ്റെ ഓഫീസ് വരണത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 12 ഡോക്യുമെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. ഈ 12 ഡോക്യുമെൻറ്റ്സും നമുക്ക് കഫേ പോയിട്ട് ഇപ്പോൾ സ്കാൻ ചെയ്തിട്ട് നമുക്കൊരു PDF ആക്കിയിട്ട് ഒരു മെയിലിലാക്കണം. മെയിലിലാക്കിയിട്ട് നമ്മൾ ഇന്ന് അയക്കണില്ല, നാളെ മോർണിംഗിലാണ് നമ്മൾ ഇത് ഫുള്ള് PDF ആക്കിയിട്ട് നമ്മൾ നമ്മൾ വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിലേക്ക് അയക്കണത്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ പോയിട്ട് നമുക്ക് നമ്മുടെ ഒക്കെ PDF ആക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. അങ്ങനെ ഫൈനലി നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ശരിയായി. അതായത് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ മെയിലിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ മെയിൽ അയക്കാൻ പോകുന്ന സമയം ഇന്ന് സാറ്റർഡേ നവംബർ 11 സാറ്റർഡേ 3:43 നമ്മളിപ്പോൾ മെയിൽ സെൻഡ് ചെയ്യണത്. അപ്പോൾ എന്തായാലും ഞാൻ മെയിൽ സെൻഡ് ചെയ്യാൻ പോവാണ്. സെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ WIAA, അതായത് വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ്റെ മെയിലിലേക്ക് നമ്മൾ സിമ്രൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ മെയിലിലേക്കാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. അപ്പോൾ അവരാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ അവരുടെ മെയിലിലേക്ക് നമ്മൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അയച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൽ പോവുകയും ചെയ്തു. ഇനി എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ റിപ്ലൈ കിട്ടണമെന്ന് അറിയില്ല. റിപ്ലൈ കിട്ടുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമുക്ക് നവംബർ 11 നമ്മുടെ ഡോക്യുമെൻറ്റ്സൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇന്നലെ എന്ന് പറയുമ്പോൾ നവംബർ 16 ഇന്ന് 17-ാം തീയതിയാണ്. അപ്പോൾ ഇന്നലെ തന്നെ മെയിൽ എനിക്ക് വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലൊരു കൺഫർമേഷൻ, അതായത് നമ്മുടെ ചാസി നമ്പർ പിന്നെ അതേപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ കൂടി ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു, അതായത് കാർനെറ്റ് പാസേജിൻ്റെ ഒരു ഇത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതായത് ഇങ്ങനത്തെ ഒരു ഫോം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത്. അതായത് നമ്മുടെ ചാസി നമ്പർ തെറ്റുണ്ടോ, രജിസ്ട്രേഷൻ നമ്പർ തെറ്റുണ്ടോ, അതൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഒന്നുകൂടിയും നമ്മൾ ഫില്ല് ചെയ്തിട്ട് അവർക്ക് സ്കാൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഫോം നമുക്ക് ഇതേപോലത്തെ ഒരു ഫോം, ഇതാണ് ഫോമിൻ്റെ, ഇങ്ങനത്തെ ഒരു ഫോമാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്.
അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കണം. അപ്പോൾ 11-ാം തീയതി നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുത്തതിന് ശേഷം 17-ാം തീയതിയാണ് 16-ാം തീയതിയാണ് നമുക്ക് അവിടെ നിന്ന് മെയിൽ കിട്ടണം. കാരണം എന്താ വെച്ചാൽ അത്ര ദിവസം ഗ്യാപ്പ് വരാൻ കാരണം അവിടെ ദീപാവലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഗ്യാപ്പ് വന്നതെന്ന് അവർ പറഞ്ഞത് എന്നോട്. അല്ലെങ്കിൽ നമുക്കൊരു ഒന്നര ദിവസത്തിനുള്ളിൽ ഒക്കെ ശരിയാക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞിരുന്നത് നമ്മളോട് മുന്നേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കാർനെറ്റിൻ്റെ മോഡൽ ഈ ഒരു മോഡലാണ് നമ്മുടെ കാർനെറ്റ്, കണ്ടില്ലേ? എക്സ്പോർട്ട് വൗച്ചർ, ഇമ്പോർട്ട് വൗച്ചർ എന്നൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ, ഇയർ ഓഫ് മാനുഫാക്ചറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ കാർനെറ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോം എന്തായാലും നമുക്ക് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് നമുക്ക് എന്തായാലും അയച്ചു കൊടുത്തിട്ട് അവരെന്താ പറയണം നോക്കാം നമുക്ക്. അപ്പോൾ കഴിച്ച് നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ നിന്ന് നമുക്ക് മെയിൽ വന്നിരുന്നു. മെയിൽ വന്നത് 30-ാം തീയതി ആയിരുന്നു, അതായത് നവംബർ 30-ാം തീയതിയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഡിസംബർ 19-ാം തീയതിയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് മലയ്ക്ക് പോയിട്ട് വന്നിട്ട് പനി പിടിച്ചു, അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പോൾ 30-ാം തീയതി നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ നമുക്ക് മെയിൽ അയച്ചിരുന്നു നവംബർ 30-ാം തീയതി. അപ്പോൾ മെയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൽ. ഇതിൽ നോക്കുകയാണെങ്കിൽ റിക്വസ്റ്റ് യു ടു സബ്മിറ്റ് പോലീസ് NOC എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ പേരിൽ RC ബുക്ക് നിങ്ങളുടെ പേരിലാണെങ്കിൽ വേണ്ടെന്നാണ് പറഞ്ഞത്. ഓൾറെഡി നമ്മൾ RC ബുക്ക് നമ്മുടെ പേരിലേക്ക് ആക്കിയിട്ടുണ്ട്, കാരണം അത് NOCയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കാർനെറ്റ് ഫീയുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ. കാർനെറ്റ് ഫീ പേയ്മെൻറ്റ് 75,000 രൂപയാണ്, പ്ലസ് 18% GST കൂടിയിട്ട് നമുക്ക് 88,500 നമ്മുടെ കാർനെറ്റ് ഫീയുടെ പ്രൈസ് വരുന്നത്. പിന്നെ റീഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡെപ്പോസിറ്റ് ഉണ്ട്. അത് നമുക്ക് വരുന്നത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ നമുക്ക് റീഫണ്ടബിൾ ആണ്. അതായത് നമ്മൾ കാർനെറ്റ് പേപ്പർ നമ്മുടെ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നിട്ട് വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ നമ്മളിത് തിരിച്ചു കൊടുക്കുമ്പോൾ, അതായത് കാർനെറ്റ് പേപ്പർ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ റീഫണ്ടബിൾ ചെയ്യണ ഒരു എമൗണ്ടാണ് നമ്മുടെ ഈ 1 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഈ 88,500 രൂപ എന്ന് പറയുന്നത് നമ്മുടെ 10 പേജുള്ള കാർനെറ്റ് പേപ്പറിൻ്റെ പ്രൈസാണ് 88,500 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെയിൽ നമുക്ക് 30-ാം തീയതി നവംബർ 30-ാം തീയതിയാണ് നമുക്ക് ഈ മെയിൽ കിട്ടിയിട്ടുള്ളത്. 4:03 PM കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 30-ാം തീയതി ആ ടൈമിലാണ് ഞാൻ മലയ്ക്ക് പോകുന്ന ടൈമായിരുന്നു. അപ്പോൾ ആ മലയ്ക്ക് പോകുന്ന ടൈമിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മലയ്ക്ക് പോയി വന്നതിന് ശേഷം, ശബരിമല പോയി വന്നതിന് ശേഷം പനി കിട്ടിയിട്ട് എണീറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് 19-ാം തീയതിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓൾറെഡി ഞാനിപ്പോൾ ഇന്ന് രാവിലെ മോർണിംഗ് പേയ്മെൻറ്റ് ചെയ്തതാണ്. പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ മെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ 10 മണിയാകുമ്പോൾ പേയ്മെൻറ്റ് അയച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവരിന്നൊരു മെയിൽ കിട്ടിയിരുന്നു നമുക്ക്. അതായത് കൺഫർമേഷൻ ആണോ, അതായത് അവരൊരു A4 പോലത്തെ ഒരു ചെറിയൊരു ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസ്, വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സെൽഫ് കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്കൊരു മെയിൽ അയച്ചിരുന്നു. അപ്പോൾ ആ മെയിൽ നോക്കിയപ്പോൾ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ ചാസി നമ്പർ, പിന്നെ വണ്ടി നമ്പർ, മോഡലെല്ലാം, പിന്നെ നമ്മുടെ ID വാല്യൂ ഇതൊക്കെ കറക്റ്റാണോ നമ്മൾ ജസ്റ്റ് നോക്കുക. പിന്നെ നമ്മുടെ അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റാണോ എന്ന് നോക്കുക. അതിനുശേഷം ഞാൻ കറക്റ്റാണ് ചോദിച്ചതിന് ശേഷം നമ്മൾ അത് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം എല്ലാതും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചവർക്ക് മെയിൽ ചെയ്തിരുന്നു. ആ മെയിൽ അയച്ചതിന് ശേഷമാണ് ഒരു 3 മണിക്കാണ് നമുക്ക് റിപ്ലൈ കിട്ടുന്നത്. ആ റിപ്ലൈ കിട്ടിയ മെയിൽ എന്താ ഉള്ളത് വെച്ചാൽ നമ്മുടെ കാർനെറ്റ് പേപ്പറാണ്. അതായത് നമ്മുടെ കാർനെറ്റ് പേപ്പർ എല്ലാതും ഇഷ്യൂ ചെയ്തതിന് ശേഷം നമുക്കൊരു സോഫ്റ്റ് കോപ്പി ആയിട്ട് ഒരു PDF, നമുക്ക് കാർനെറ്റ് പേപ്പറിൻ്റെ ഒരു PDF നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു മെയിൽ അവരൊന്ന് അയച്ചു തരാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കാർനെറ്റ് പേപ്പറിൻ്റെ PDF കോപ്പി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ലാപ്ടോപ്പ് ഓഫായത് കൊണ്ടാണ്. ഇതാണ് നമ്മുടെ 10 പേജുള്ള നമ്മുടെ കാർനെറ്റ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കാർനെറ്റ് പേപ്പർ ഇഷ്യൂ ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി അതാണ് നമ്മുടെ കാർനെറ്റ് പേപ്പർ. അപ്പോൾ അതേപോലത്തെ 10 പേജുള്ള കാർനെറ്റ് പേപ്പറാണ് ഇനി നമുക്ക് അവർ ബ്ലൂ ഡാർട്ട് വഴി നമ്മുടെ അഡ്രസ്സിലേക്ക് അയക്കുകയാണ് ചെയ്യുക. ഇതിന് നമ്മളൊരു 650 രൂപ പേ ചെയ്യും വേണം. അപ്പോൾ എന്തായാലും നമുക്ക് കാർനെറ്റ് പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ കാത്തിരുന്നതിന് ശേഷം കാത്തിരിപ്പിനൊരു വിരാമമായിട്ട് നമ്മുടെ കാർനെറ്റ് പേപ്പർ നമുക്ക് കയ്യിൽ കിട്ടി. അതെന്നാ കിട്ടണമെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ 19-ാം തീയതിയാണ്, ജനുവരി 19-ാം തീയതിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. 18-ാം തീയതിയാണ് നമ്മുടെ കാർനെറ്റ് പേപ്പർ ഡെലിവറി ചെയ്തത്. അപ്പോൾ കാർനെറ്റ് പേപ്പർ നമുക്ക് ബ്ലൂ ഡാർട്ട് വഴി
നമുക്ക് അയക്കുകയാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ കാർണറ്റ് പേപ്പർ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കാർണറ്റ് പേപ്പർ ഉള്ളത്. അപ്പോൾ ബ്ലൂ ഡാർട്ട് വഴി നമുക്ക് വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ നമുക്ക് അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ എൻ്റെ കാർണറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്തത് ഒരു വയസ്സായ ഒരാളായിരുന്നു അവിടെ. അപ്പോൾ അയാൾ ലീവിൽ പോയതിന് ശേഷം നമ്മുടെ കാർണറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്തത് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ, അതായത് ഒരാൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അയാൾക്കാണ് നമ്മുടെ കാർണറ്റ് പേപ്പറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, നമ്മൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് നമ്മുടെ പർപ്പസ് കാര്യങ്ങളൊക്കെ അയാൾക്കേ അറിയൂ. അപ്പോൾ അയാൾ ലീവിൽ പോയത് കൊണ്ടാണ് നമുക്ക് ഇത്ര ഡിലേ ആയത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞത്. കാരണം മിനിഞ്ഞാന്ന് നമ്മുടെ എൻ്റെ ഒരു അനിയനെ ഞാൻ വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ ഞാൻ ബോംബെയിൽ നിന്ന് അയച്ചിരുന്നു. അപ്പോൾ അവരെ പോയി ചോദിച്ചപ്പോൾ അനിയനോട് ഇവരവിടുന്ന് പറഞ്ഞത് കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ നമ്മുടെ മിനിഞ്ഞാന്നല്ല, നമ്മളൊരു ആഴ്ചയായിട്ടുണ്ട് അന്വേഷിച്ചിട്ട്. അപ്പോഴാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു, സാധാരണ നമ്മൾ അന്ന് ഞാൻ പറഞ്ഞ ഫസ്റ്റ് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് നമ്മുടെ കാർണറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഒരാഴ്ച മാക്സിമം 2 ആഴ്ച ഒക്കെ ഇഷ്യൂ ചെയ്ത് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇയാൾ ലീവിൽ പോയത് കൊണ്ടാണ് നമുക്ക് കിട്ടാൻ വൈകിയത്. അപ്പോൾ ഏകദേശം നമ്മൾ നവംബറിൽ ഇഷ്യൂ ചെയ്തിട്ട് നവംബർ, ഡിസംബർ, ജനുവരി 19 നമ്മൾ നവംബർ ഒരു 11-ാം തീയതിയോട് കൂടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ 2 മാസം എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കാർണറ്റ് പേപ്പർ കയ്യിൽ കിട്ടാൻ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ ലൈസൻസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ലൈസൻസ് കിട്ടാനും ഏകദേശം ഒരാഴ്ച എടുക്കും തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതും കയ്യിൽ കിട്ടണം എന്തായാലും. അതും കിട്ടിയാലേ നമുക്ക് പോകാം. അപ്പോൾ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർണറ്റ് പേപ്പറാണ്. ആ കാർണറ്റ് പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ ബ്ലൂ ഡാർട്ട് വഴിയാണ് അവർ നമുക്ക് കൊറിയർ ചെയ്തത്. അപ്പോൾ ഇതിന് കൊറിയറിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു കൊറിയറിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് കൊറിയർ കിട്ടിയപ്പോൾ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ചോദിച്ചിരുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഓൾറെഡി ഞാൻ ഇന്നലെ വന്നതുകൊണ്ട് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തതാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർണറ്റ് പേപ്പർ കേട്ടോ. ഇതാണ് നമ്മുടെ കാർണറ്റ് പേപ്പറിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കാർണറ്റ് പേപ്പർ. അപ്പോൾ ഈ കാർണറ്റ് പേപ്പറിൻ്റെ ഉള്ളിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ഒരു 10 പേജുകൾ നമുക്കിങ്ങനെ കാണാം. അതായത് ഇങ്ങനെ 10 പേജുകൾ ഇത് നമ്മൾ ഓരോ ഇമിഗ്രേഷൻ്റെ പ്രൊസീജിയറിന് നമുക്ക് സ്റ്റാമ്പ് ചെയ്യാനൊക്കെ ഉള്ളൊരു പേപ്പേഴ്സാണ് ഇത്. അപ്പോൾ ഇത് 10 പേജിൻ്റെ കാർണറ്റ് പേപ്പറാണ്. 10 പേജിൻ്റെ കാർണറ്റ് പേപ്പറിനാണ് ഞാൻ പ്രൈസ് പറഞ്ഞത്. 88,000 രൂപയുടെ 10 പേജിൻ്റെ കാർണറ്റ് പേപ്പറിന് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ 5 പേപ്പറിൻ്റെ കാർണറ്റ് പേപ്പറുണ്ട്. അതേപോലെ തന്നെ 25 പേജിൻ്റെ കാർണറ്റ് പേപ്പറാണ് ഏറ്റവും ടോപ്പിലുള്ളത്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ലോകം മുഴുവൻ ചുറ്റിയിട്ട് വരാം. നമ്മളിപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 10 പേജിൻ്റെ കാർണറ്റ് പേപ്പറാണ്. 10 പേജിൻ്റെ കാർണറ്റ് പേപ്പർ നമുക്ക് 88,000 രൂപ. പിന്നെ അതിൻ്റെ നമ്മൾ സെക്യൂരിറ്റി കൊടുത്തിട്ടുള്ള 1,00,000 രൂപയാണ്. 1,00,000 രൂപ നമുക്ക്, അതായത് നമ്മുടെ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്കത് നമ്മുടെ കാർണറ്റ് പേപ്പർ നമ്മൾ വെസ്റ്റേൺ ഇന്ത്യൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ വേണ്ടി സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡെപ്പോസിറ്റ് പൈസ തിരിച്ചു കിട്ടും. അതാണ് ഫോർമാലിറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കളയാനും പാടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ റൈഡ് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ കളയാനും പാടില്ല. നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി പൈസ കിട്ടണമെങ്കിൽ ഈ സാധനം കയ്യിലുണ്ടായേ കിട്ടൂ. ഈ കാർണറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെക്യൂരിറ്റി പൈസ നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഈ കാർണറ്റ് പേപ്പർ എന്തായാലും വളരെയധികം നമ്മുടെ പാസ്പോർട്ടൊക്കെ സൂക്ഷിക്കുന്ന പോലെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പാസ്പോർട്ട് അതാണ് ഈ സംഭവം. നമുക്ക് എങ്ങനെ പാസ്പോർട്ട് എങ്ങനെയാണ് അതേപോലെയാണ് നമ്മുടെ വണ്ടിയുടെ പാസ്പോർട്ട് എന്ന് പറയാം. അപ്പോൾ അത്ര കുറച്ച് കാര്യങ്ങളാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. ഫൈനലി നമ്മുടെ കാർണറ്റ് പേപ്പർ കിട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു, അപ്പോൾ ഈ കാർണറ്റ് പേപ്പർ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, പിന്നെ കാർണറ്റ് പേപ്പറിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും വിട്ടു പോയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഫുൾ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വിട്ടു പോകാനൊന്നും സാധ്യതയില്ല. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ കാർണറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുക. പിന്നെ നമുക്ക് വണ്ടി പുറത്ത് കൊണ്ടുപോകുമ്പോൾ, അതായത് നമ്മൾ ഇപ്പോൾ ഇന്ത്യയുടെ പുറത്ത് നമ്മൾ ബൈക്ക് കൊണ്ടുപോകുമ്പോൾ വേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ കാർണറ്റ് പേപ്പർ, പിന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ്. ഈ 2 സാധനങ്ങളാണ് നമ്മളൊരു വണ്ടി കൊണ്ടുപോകുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ, വണ്ടിക്ക് വേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് നമ്മൾ വേറെ രാജ്യത്തേക്ക് ഓടിച്ചു പോകുമ്പോൾ വേണ്ട കാര്യങ്ങളാണ്. പിന്നെ വിസ, പാസ്പോർട്ട് അത് മസ്റ്റാണ്, അത് വേണം. വേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കണം. അതായത് നാളെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എവിടേക്കെങ്കിലും ഒരു ബൈക്കോ കാറും ബൈക്കും ഒക്കെ സെയിം ഈ പ്രൊസീജിയർ തന്നെയാണോ വരിക. അതിൽ യാതൊരു വ്യത്യാസമില്ല. കാറായിക്കോട്ടെ ബൈക്കായിക്കോട്ടെ രണ്ടിനും നമ്മൾ ഈ ഒരു അപ്ലൈ ചെയ്ത രീതിയിലാണ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ വണ്ടിയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിലും പിന്നെ കാർണറ്റ് പേപ്പറിൻ്റെ കാര്യത്തിലും
പ്രൈസിൻ്റെ ഡിഫറൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പോൾ എൻ്റെ ഈ CBRൻ്റെ പ്രൈസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എൻ്റെ വണ്ടി CBR 150ക്ക് നമുക്ക് ഇന്ത്യയുടെ പുറത്ത് കൊണ്ടുപോകാനുള്ള ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. പിന്നെ നമ്മൾ വലിയ ബൈക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ചെറിയൊരു വേരിയേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവരോട് വിളിച്ച് ചോദിച്ച് നമ്മൾ കാർണറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അറിയാൻ പറ്റും ഉള്ളത്. അപ്പോൾ നമ്മുടെ കാർണറ്റ് പേപ്പർ ഫൈനലി നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി എനിക്ക് ഫെബ്രുവരി ലാസ്റ്റിലായിട്ടാണ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ സൈനിങ് ഓഫ് വിഷ്ണു. ബൈ ബൈ.